രാജിനെ ഒറ്റപ്പെടുത്തി പ്രതിഷേധം പരസ്യമായി പറയാൻ കാര്യം മേജർ രവിയുടെ പോസ്റ്റാണ്. സത്യം പറഞ്ഞത് എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വളരെ തുറന്നു പറയും. എമ്പുരാൻ സിനിമയിൽ ഗുജറാത്ത് കലാപം പരാമർശിക്കപ്പെട്ടതിൽ വലിയ വിമർശനം ഉന്നയിച്ച RSS ഉന്നമിട്ടത് സംവിധായകൻ പൃഥ്വിരാജിനെ തന്നെയായിരുന്നു. സ്വന്തം ആളായി സംഘപരിവാർ കരുതിയിരുന്ന മോഹൻലാലിൽ നിന്നും ഇത്തരമൊരു നീക്കം ഉണ്ടാകില്ലെന്ന് വരുത്തിയാണ് ബോധപൂർവം ഈ ആക്രമണം നടത്തിയത്. ഇതിനൊപ്പം സംഘപരിവാർ സഹയാത്രികനും മോഹൻലാലിന്റെ അടുപ്പക്കാരനുമായ സംവിധായകൻ മേജർ രവിയും പൃഥ്വിരാജിനെ വലിയ രീതിയിൽ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. മോഹൻലാൽ സിനിമ പൂർണ്ണമായി കണ്ടിരുന്നില്ല എന്നും വിവാദത്തിൽ അദ്ദേഹത്തിന് വിഷമമുണ്ടെന്നും മേജർ രവി പറഞ്ഞതോടെ മോഹൻലാലിനെ പൃഥ്വി ചതിച്ചെന്ന രീതിയിലായി കാര്യങ്ങൾ. ഇതിനെ ലാലേട്ടൻ തള്ളിയതുമില്ല, തിരുത്തിയതുമില്ല. ഇതോടെയാണ് പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാരൻ രംഗത്തെത്തിയത്. പൃഥ്വിരാജ് പ്രതിസന്ധിയിൽ പെടുമ്പോഴെല്ലാം രക്ഷകയായി അമ്മ മല്ലിക എത്തുന്നത് കരിയറിന്റെ ആദ്യകാലം മുതലുള്ള പതിവാണ്. മോഹൻലാൽ അറിയാത്തതൊന്നും സിനിമയിലില്ല എന്നും സിനിമയുടെ അണിയറ കാര്യങ്ങളെല്ലാം തനിക്ക് അറിയാമെന്നും പൃഥ്വിരാജിനെ മാത്രം ഇങ്ങനെ വിവാദങ്ങൾ പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അവർ തുറന്നറിച്ചതോടെ കളി മാറി. ഇതോടെയാണ് കഴിഞ്ഞ ദിവസം ആന്റണി പെരുമ്പാവൂർ തന്നെ നേരിട്ട് മീഡിയയ്ക്ക് മുന്നിൽ എത്തിയത്. ഇതുവരെ ഒറ്റയ്ക്ക് നിന്ന് ആക്രമണമേറ്റ പൃഥ്വിരാജിനെ ചേർത്ത് പിടിക്കുമെന്നും ആക്രമിക്കാൻ ഇട്ട് കൊടുക്കില്ല എന്നും ടീം ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും മോഹൻലാലിന്റെ നാവായ ആന്റണി പെരുമ്പാവൂർ പറയുമ്പോൾ അത് മല്ലിക എന്ന അമ്മയുടെ പോരാട്ട വിജയം കൂടിയാണ്. മേജർ രവിയുടെ പ്രതികരണമാണ് മല്ലികയെ രംഗത്തിറങ്ങാൻ പ്രേരിപ്പിച്ചതെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. സിനിമ കണ്ട മേജർ ആദ്യം പ്രതികരിച്ചത് മികച്ച ചിത്രമെന്നാണ്. വിമർശനം വന്നതോടെ മൊഴിമാറ്റി അരമണിക്കൂറോളം ഫേസ്ബുക്ക് ലൈവിലെത്തി പൃഥ്വിക്കെതിരെ പ്രതികരിച്ചു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക. എമ്പുരാൻ കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായങ്ങളും പറയുക. വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.